കണ്ണുകൾ അടച്ചു ഹൃദയം തുറന്ന് ഏറ്റവും വലിയവൻ്റെ മുമ്പിലാണ് നിങ്ങളും ഞാനും നിൽക്കുന്നെന്നുള്ള ബോധത്തോട് നാവ് എടുത്ത് നാഥനെ വാഴ്ത്തുക ശക്തിയോടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരും 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 എല്ലാ ദൈവജനമും ആമേൻ, ആമേൻ, ആമേനപ്പാ, ആമേൻ, ആമേൻ. കൃപ, 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 ദൈവകൃപ, ദൈവകൃപ. ഓ, ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേക കൊടുങ്കാറ്റ് തൻ്റെ ജനത്തിന്മേൽ ആഞ്ഞടിക്കുന്ന God's power, God's power, God's power. എല്ലാ ആളുകളിലും എല്ലാരിലും എല്ലാരിലും എല്ലാ വ്യക്തികളിലും നന്ദി, 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 നന്ദി യേശുവേ. പാപം മൃത്യു ശാപ ഘോരവിടയാൽ മനമുരുകും മധ്യശ്രീഗീട പാപ മൃത്യു ശാപ ഘോരവിടയാൽ മനമുരുകും മധ്യശ്രീഗീട അഡ്ഡനിക്കുന്നു ഓ ഭാരം ഓ യേശുവിൻ്റെ പാതയിൽ ചേരുക അഡ്ഡനിക്കുന്നു ഭാരം ഭാഗിപ്പോർ യേശുവിൻ്റെ ചേരുക രക്ഷ നേടുവാൻ മോക്ഷം പ്രാപിപ്പാൻ സത്യമാർഗം അന്വേഷിയോരേ രക്ഷ നേടുവാൻ അഗ്നി, 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 അഗ്നി. ആമേൻ. പുത്താണ്ടിലെ പുത്തമ്പത് അഗ്നി, പുത്താണ്ടിലെ പുത്തമ്പത് അഭിഷേക അഗ്നി ഓരോ ആളുകളിലും ഓരോ ആളുകളിലും ആരാധനയുടെ ആരംഭത്തിൽ തന്നെ അഭിഷേകാഗ്നി, അഭിഷേകാഗ്നി ഓരോ ദൈവമക്കളിലും. നന്ദി രാജാ, അങ്ങേക്ക് നന്ദി. അങ്ങ് കടന്നു വന്നിരിക്കയാൽ നന്ദി, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. അങ്ങ് സംസാരിക്കണം, ഞങ്ങൾ കേൾക്കുന്ന യേശുനാമത്തിൽ നല്ല പിതാവേ, ആമേൻ. സങ്കീർത്തനം 34:17 വചനം. സങ്കീർത്തനം 34:17. സംഗീതം 34:17. Psalm
34:17. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം നീതിമാന്മാരെ വിടുവിച്ചു. ആമേൻ, ആമേൻ. നീതിമാന്മാർ നിലവിളിച്ചു, നിലവിളി ദൈവം കേട്ട് അവരുടെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. കഷ്ടം, നീതിമാന്റെ സർവ കഷ്ടങ്ങളിൽ നിന്നും മോചനം നൽകുന്ന നല്ല ദൈവം. ആർക്ക് കഷ്ടം? ആർക്ക് കഷ്ടമില്ല? ഭക്തൻ യോബ് എഴുതുന്ന 14:1 എല്ലാവർക്കും കഷ്ടം. ഒരു സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണൻ. God's devout man, Job says, suffering for all. ആർക്ക് കഷ്ടമില്ല? എല്ലാവർക്കും കഷ്ടം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണൻ. കഷ്ടം 2 തരത്തിലാണ്. 1 പത്രോസ് 2:20, 2 തിമോത്തിയോസ് 3:12 പ്രകാരം ദുഷ്ടന് അവൻ ചെയ്യുന്ന അക്രമ മുഖാന്തരം കിട്ടുന്ന അടി അവന് കഷ്ടം. സങ്കീർത്തനക്കാരൻ അതിന് ഒരു വേറെ പേര് നൽകുന്ന അനർത്ഥം. അനർത്ഥം അനർത്ഥം ദുഷ്ടന് കൊല്ലും. നീതിമാന്റെ വീട് വാതിൽ അടുത്തുപോലും അനർത്ഥം വരികയേയില്ല. ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ള എല്ലാ പേർക്കും വരുന്ന കഷ്ടത്തിൻ്റെ പേര് പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ എഴുതുന്ന ഉപദ്രവം. ഉപദ്രവം 2 തിമോത്തിയോസ് 3:12. നീതിമാന് വരുന്നത് അനർത്ഥമല്ല, ഉപദ്രവം. നീ നിലവിളിച്ചാൽ, ഇന്ന് ദുഷ്ടന്റെ ഭാഗമേ നാം ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത് നീതിമാന്റെ നിലവിളിയും ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന മോചനവും ധ്യാനിച്ച് നാം കർത്താവിനെ ഇന്ന് തൊടും. കർത്താവിൻ്റെ സ്വരം നാം ഇന്ന് ക്ലിയറാ കേൾക്കും. അവൻ നമ്മെ ഇന്ന് സ്പർശിക്കും. തകർച്ചയും യുദ്ധവും ശണ്ടയും വ്യാകുലവും നമ്മെ ചുറ്റും ഈ ആണ്ട് നടക്കുമെങ്കിലും നിന്റെ രോമത്തിൻ്റെ അറ്റം തൊടുവാൻ ദൈവം ആരെയും വിടുകയില്ല. ദൈവമക്കൾക്കിത് സമൃദ്ധിയുടെ ആണ്ട്, അനുഗ്രഹത്തിൻ്റെ ആണ്ട്. നാം ദൈവസന്നിധിയിൽ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്കിത് ഒരു വിജയത്തിൻ്റെ ആണ്ട്. ആമേൻ. കഷ്ടത ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ, മകനെ, കഷ്ടം കണ്ട് നീ ദൈവത്തെ വിട്ടിട്ട് നീ ഓടിക്കളയരുത്. കഷ്ടം സഹിക്ക, കഷ്ടം സഹിക്ക.
അന്ന് തിമോത്തിയുസിന് പൗലോസ് ആഹ്വാനം നൽകിയത്, ഇന്ന് തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വേലക്കാരൻ മുഖാന്തരം നിങ്ങളോട് അരുളി ചെയ്യുന്ന മക്കളെ, കഷ്ടം സഹിക്കാം. endure affliction, endure suffering. 2 തിമോത്തിയുസ് 2:3. കഷ്ടം സഹിക്ക, കഷ്ടം സഹിക്ക, നീ കൊയ്തെടുക്കും, ഫലം കൊയ്തെടുക്കും. കാരണം കഷ്ടത ഒരു വാഗ്ദത്തം പോരാ. Suffering in respect of a righteous man, the Bible records it is the promise from God. നീതിമാന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടത ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അത് ദൈവസന്നിധിയിൽ നിന്ന് നിന്നെ ലാക്കാക്കി വരുന്ന വാഗ്ദത്തമാണ്. നമ്പർ 1, കഷ്ടത ദൈവസന്നിധിയിൽ നിന്ന് നിനക്ക് ലഭിക്കുന്ന ഒരു വരദാനം. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. മൂന്നാമത്, കഷ്ടത നന്മയുടെ മറുരൂപമാണ്. ആമേൻ. ഓരോ വാക്കും വള്ളി പുള്ളിയും സുന്ദർ സിംഗിൻ്റെ തലച്ചോറിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് നിന്നെ ലാക്കാക്കി വരുന്നതാണ്. സഫറിംഗ് ഈസ് എ പ്രോമിസ്. ബൈബിൾ മതഗ്രന്ഥമല്ല, ജീവനുള്ള ഏക സത്യ ദൈവം തൻ്റെ ജനത്തിന് എഴുതി ഒപ്പിട്ട് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ പുസ്തകമാണ്. എ ബുക്ക് ഓഫ് പ്രോമിസസ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തം, ഈ ദൈവം ക്രിസ്തു യേശു എന്നുള്ള സത്യ ദൈവം നിന്നെ മോചിക്കുന്ന ദൈവമാണ്, പിടിച്ച് തള്ളുന്ന ദൈവമല്ല. മോചിക്കുവാൻ വേണ്ടി വന്നവൻ, മോചിക്കുവാൻ വേണ്ടി തകർക്കപ്പെട്ടവൻ, നിന്നെ മോചിക്കുവാൻ വേണ്ടി രക്തം ചൊരിഞ്ഞവൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവൻ നമ്മുടെ രക്ഷിതാവ്, നമ്മെ രക്ഷിക്കുന്നവൻ, ക്രിസ്തു എന്നുള്ള രക്ഷിതാവ്, റിഡീമർ, മോചനം നൽകുന്നവൻ. സങ്കീർത്തനം 32:5 പ്രകാരം, സങ്കീർത്തനം 103:12 പ്രകാരം, 1 തിമോത്തിയുസ് 2:6 പ്രകാരം പാപത്തിൽ നിന്ന് മോചനം നൽകുന്നവൻ. സങ്കീർത്തനം 103 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പാപം, അക്രമം, അന്യായം, ഇരുള് നമ്മിൽ നിന്ന് അകറ്റുവാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നവൻ. പാപം അറിയാത്തവൻ, പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ. 2 കൊരിന്ത്യർ 5:21 പ്രകാരം, 1 തിമോത്തിയുസ് 3:5 പ്രകാരം, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വചനത്തിൻ പ്രകാരം, ക്രിസ്തു യേശു എന്നുള്ള പൊന്നു ദൈവം പാപം ഇല്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപത്തിൽ നിന്ന് നിന്നെയും എന്നെയും മോചിക്കുവാൻ വന്നവൻ, പാപമോചനം നൽകുന്നവൻ, നിന്നിൽ നിന്ന് എന്നിൽ നിന്ന് പാപത്തെ അകറ്റുന്നവൻ. 1 തിമോത്തിയുസ് 2:6 നമ്മെ പഠിപ്പിക്കുന്ന എല്ലാവരുടെ പാപത്തിനായും തന്നെത്താൻ മറുവിലയായി നൽകിയ മഹാപരിശുദ്ധമുള്ള ദൈവം. മറുവില, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ അക്രമങ്ങൾക്ക് മറുവില കൽപ്പിക്കുവാൻ പിതാവാം ദൈവം തൻ്റെ ഏകജാതനൻ നമുക്ക് വേണ്ടി, അത് ഐസയ പ്രവാചകൻ 53:6 എഴുതുന്ന, നമ്മുടെ അക്രമം യേശുവിൻ്റെ തോളിന്മേൽ വെച്ച്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പത്രോസ് ലീഗ എഴുന്നേറ്റ് നിന്ന് ആത്മനിറവിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത ദൂത് അറിയിക്കുന്ന, മറ്റു ഒരുവനിലും രക്ഷയില്ല. അപ്പോസ്തലർ 4:12.
സ്വർഗത്തിന്റെ താഴെ ഭൂമിക്ക് മേലെ മനുഷ്യ നീ രക്ഷപ്പെടുവാൻ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശുവിന്റെ നാമം ഒഴികെ. അത് ഒരു വാഗ്ദത്തം, ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദത്തം. രണ്ടാമതൊരു വാഗ്ദത്തം രക്ഷ മാത്രമല്ല, നിത്യരക്ഷ. നിത്യരക്ഷ. റോമർക്ക് എഴുതിയ ലേഖനം 6:23 നമ്മെ പഠിപ്പിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണം, പിതാവാം ദൈവത്തിന്റെ ദാനമോ ക്രിസ്തുവിൽ നിത്യജീവൻ. അതൊരു വാഗ്ദത്തം. റോമർ 6:23 പ്രകാരം, മത്തായി സുവിശേഷം 25:50 പ്രകാരം, അപ്പോസ്തല പ്രവൃത്തികൾ 24:15 പ്രകാരം, ദാനിയേൽ പ്രവചനം 12:2 പ്രകാരം, യോഹന്നാൻ 5:29 പ്രകാരം നിത്യ ജീവൻ എന്നുള്ള നിത്യ രക്ഷ. സെമിട്രി അല്ല നമ്മുടെ അവസാനം, സ്വർഗമാണ് നമ്മുടെ അവസാനം. ആമേൻ. നിത്യ രക്ഷ, നിത്യ ജീവൻ ദൈവം നമുക്ക് നൽകിയ ഒരു വാഗ്ദത്തം. പാപമോചനം ദൈവം നൽകിയ വാഗ്ദത്തം. ഇതെല്ലാം കിട്ടിയിട്ട് ക്ഷാമത്തിൽ, കഷ്ടത്തിൽ, വിശപ്പിൽ, യുദ്ധത്തിൽ നെടുവീർപ്പെടാൻ അല്ല ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് ജീവനോട് വച്ചിരിക്കുന്നത്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, തൻ്റെ ജനത്തിന് സമൃദ്ധി അവൻ നൽകുന്നില്ല എങ്കിൽ അവൻ വേറെ ആർക്ക് നൽകും? വേറെ ആർക്ക് നൽകും? യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് നിനക്ക് ഉണ്ടാകുന്നു. സദൃശവാക്യം 10:22, നാം ആരാധിക്കുന്ന സത്യ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്ത് നിനക്ക് ഉണ്ടാകുന്നു. എഫേസ്യർ 1:3 നമ്മെ പഠിപ്പിക്കുന്നു, പിതാവാം ദൈവം ക്രിസ്തു യേശു മുഖാന്തരം സർവ ആത്മീയ അനുഗ്രഹങ്ങളും തരും എന്നല്ല, തന്നു കഴിഞ്ഞു എന്നാണ്. ആമേൻ. ഹല്ലേലൂയ. അവന്റെ അടുക്കൽ വന്നാൽ എല്ലാ ആളുകൾക്കും ആശ്വാസം. ആശ്വാസം, ആൻസൈറ്റി അല്ല, പ്രശ്നമല്ല. മത്തായി 11:28, എൻ്റെ അടുക്കൽ എല്ലാവർക്കും ആശ്വാസം ഉണ്ട്. ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ എല്ലാം തരുന്ന തമ്പുരാൻ. മത്തായി സുവിശേഷം 6:33 എഫേസ്യർ 6:20 നമ്മെ പഠിപ്പിക്കുന്നു, നീ നിனைക്കുന്നതിലും, ഇറ്റ് ഇസ് എ തമിഴ് വേർഡ്, അതിൻ്റെ അർത്ഥം നീ ചിന്തിക്കുന്നതിലും, നീ അവനോട് വാവിട്ട് ചോദിക്കുന്നതിലും അത്യന്തം പരമായി നിനക്ക് തരുവാൻ മനസ്സുള്ള നല്ല ദൈവം. ഇതൊക്കെ വാഗ്ദത്തങ്ങളാണ്. അതോടൊപ്പമുള്ള വാഗ്ദത്തമാണ്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇറ്റ്സ് എ പ്രോമിസ്. ഇറ്റ്സ് എ പ്രോമിസ്. യോഹന്നാൻ 16:33 ഇറ്റ്സ് എ പ്രോമിസ്. ദൈവ മക്കൾക്ക് കഷ്ടമുണ്ട്, നീതിമാന് കഷ്ടമുണ്ട്, നേരായി നടക്കുന്നവന് കഷ്ടമുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ചെല്ല മക്കൾക്ക് ഭൂമിയിൽ കഷ്ടം ഉണ്ട്. ഇറ്റ്സ് എ പ്രോമിസ് ഫ്രം ഗാഡ്. അത് ദൈവസന്നിധിയിൽ നിന്ന് എഴുതപ്പെട്ട ഒരു വാഗ്ദത്തമാണ്. യോബ് എഴുതുന്നു 7:18, എപ്പോഴെങ്കിലും ഒരു നാളല്ല കഷ്ടം, മാത്രതോറും. അങ്ങനെയാണ് മലയാള ബൈബിളിൽ രേഖപ്പെടുന്നത്. മാത്രതോറും, എവറി മോമെന്റ് affliction will war against every righteous man. ഓരോ നിമിഷവും മാത്രതോറും. അതൊരു വാഗ്ദത്തം. കഷ്ടത ഒരു വാഗ്ദത്തം. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കഷ്ടത ഒരു വരദാനം. ആമേൻ. ഹല്ലേലൂയ.
Suffering is a gift from God. அது ஒரு வரதானம். மர்க்கோஸ் சுவிசேஷம் 9:23 വിശ്വസിക്കുന്നവന്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്, ഈ കറുത്ത പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ച സകല വാഗ്ദത്ത വചനത്തിലും വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. അത് വിശ്വാസത്തിന്റെ ഒരു ലെവൽ. ആമേൻ. അടുത്ത ഒരു ലെവൽ ഉണ്ട്. വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. അടുത്ത ലെവൽ, പിതാവാം ഏക മകൻ ക്രിസ്തുവിൽ പിതാവാം ദൈവത്തിന്റെ ഹിതപ്രകാരം, അല്ലെങ്കിൽ പിതാവാം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നീ എന്തെല്ലാം വിശ്വസിക്കുന്നുവോ അത് കഴിയും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നീ എന്തെല്ലാം വിശ്വസിക്കുന്നുവോ, എന്തെല്ലാം ചോദിക്കുന്നുവോ, ആദ്യം വിശ്വാസത്തിന്റെ ആദ്യ ലെവൽ, നീ ദൈവസന്നിധിയിൽ കടന്നു വന്ന് യാചിക്കുന്നത് എല്ലാം ദൈവത്തിന് നിനക്ക് തരുവാൻ കഴിയും. ഇത് ആദ്യ ലെവൽ. രണ്ടാമത്തെ ലെവൽ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന 1 യോഹന്നാൻ 5:14 ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നീ എന്തെല്ലാം യാചിക്കുന്നുവോ അതെല്ലാം തരുവാൻ ദൈവത്തിന് കഴിയും. അടുത്ത ലെവൽ. മൂന്നാമത് ഒരു ലെവൽ ഉണ്ട്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന, യോബ് എഴുതുന്ന, എല്ലാം നഷ്ടമായ യോബ് നിലവിളിയോട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന, ഇനി അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. അടുത്ത ലെവൽ അല്പം കഷ്ടമാണ്. നെബൂഖദ്നേസർ എംപറർ ലോകം കണ്ടിട്ടുള്ള 4 സാമ്രാജ്യങ്ങളിൽ കെടുകെട്ടി. ദൈവമക്കൾ 3 പേരുടെ മുമ്പിൽ നിന്ന് അവൻ പരിഹസിച്ചു, അട്ടഹസിക്കുന്നു. ലെറ്റ് മീ സീ ഹൂ ഷാൽ സെറ്റ് യു ഫ്രീ. ദാനിയേൽ 3:16 നിങ്ങളെ ഞാൻ അഗ്നിയിൽ എറിയും, വിടുവിക്കുന്നവൻ ആരെന്ന് കാണട്ടെ. ദാനിയേലുടെ സംഗാതികൾ 3 പേരും മറുപടി നൽകി, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ മോചിക്കും. എൻ്റെ ദൈവം ഞങ്ങളെ മോചിക്കാതിരുന്നാലും ഞങ്ങൾ എൻ്റെ ദൈവത്തെ തന്നെ സേവിക്കും. അടുത്ത ലെവൽ, അടുത്ത ലെവൽ. എല്ലാം കഴിയും. ആദ്യ ലെവൽ ദൈവഹിതപ്രകാരം ചോദിച്ചാൽ എല്ലാം കഴിയും. രണ്ടാമത്തെ ലെവൽ, ഒന്നും കഴിയാതിരുന്നാലും എൻ്റെ ദൈവം അവൻ തന്നെയാണ്. അത് മൂന്നാമത്തെ ലെവൽ. നാലാമത് ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന പ്രസംഗി 9:2 8:14 എല്ലാവർക്കും എല്ലാം ഒരുപോലെ, യാഗം അർപ്പിക്കുന്നവനും യാഗം അർപ്പിക്കാത്തവനും എല്ലാം ഒരുപോലെ, പ്രാർത്ഥനയ്ക്ക് വരുന്നവനും പ്രാർത്ഥിക്കാത്തവനും എല്ലാം ഒരുപോലെ, വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും എല്ലാം ഒരുപോലെ. ഞാൻ നിലവിളിച്ചിട്ടും എനിക്ക് ഒന്നും കിട്ടുന്നില്ല. നിലവിളിക്കാത്ത അവൻ സമൃദ്ധിയിൽ പൊങ്ങി നിൽക്കുന്നു. എന്നിട്ടും ഞാൻ ദൈവത്തെ തന്നെ മുറുകെ പിടിച്ച് മുമ്പിൽ പോകും. സ്തോത്രം വരുന്നില്ല. ഇത് വിശ്വാസത്തിൻ്റെ മറ്റൊരു ലെവൽ. സഹോദരങ്ങളെ, നിങ്ങൾ ഏത് ലെവലിൽ? 2024 കഴിഞ്ഞ് 25 കാൽ വയ്ക്കാൻ ദൈവം അനുവദിച്ചു. In which level you are fixing your foot today? നിങ്ങൾ ഏത് ലെവലിൽ? നിങ്ങൾ ഏത് ലെവലിൽ? പൗലപ്പോസ്തലൻ എഴുതുന്ന ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം വചനത്തിൽ, അത് ദൈവം തന്നെ വച്ചതാകുന്നു,
ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നു. അതാണ് കഷ്ടത ഒരു വരദാനം, കഷ്ടത ഒരു വാഗ്ദത്തം. മൂന്നാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കഷ്ടത നമുക്കൊരു നന്മയാണ്. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8:28. അവസാനം എന്തായി തീരുമെന്ന് ആദ്യമേ അറിയുന്ന നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. God declares the end even in the beginning. നന്നറിയുന്നവൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന തള്ളക്കഴുകൻ കുഞ്ഞു കഴുകൻ്റെ കൂട് അനക്കുന്നത് കൊല്ലാൻ വേണ്ടിയല്ല, പറക്കാൻ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ആമേൻ, ആമേൻ. വിലാപ പുസ്തകത്തിൽ ജെരമ്യ എഴുതുന്നു, ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. ബാല്യത്തിലെ നുകം ചുമക്കുന്നത് ഒരു യുവതിക്ക് നല്ലത്, ഒരു യുവാവിന് നല്ലത്. കഷ്ടത ഒരു നന്മയാണ്. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന. ആകയാൽ നാം കഷ്ടതയ്ക്കായി, ദൈവമക്കളായ നാം കഷ്ടതയ്ക്കായി 1 ദശലോക്കിയർ 3-ാം വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, കഷ്ടത അനുഭവിപ്പാൻ നാം ഈ ഭൂമിയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ജോസേഫ് എന്നുള്ള ഭക്തൻ, ചരിത്രം നമുക്ക് നന്നായി അറിയാം. അവസാനം 50-20 ഉൾപ്പെട്ടി 50-20 പറയുന്ന സ്വർണ്ണ അക്ഷരങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭവിച്ച ദോഷം പലർക്കും അത് ദൈവം ഗുണകരമായി തീർത്ത്, മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ വരുത്തി വെച്ച കഷ്ടം സ്വന്തം ഉടമ്പുറപ്പുകൾ വില കുറച്ചെന്നെ വിറ്റ്, എങ്ങനെ വിറ്റാലും 30 വെള്ളിക്കാശ് കിട്ടും. എന്നെ മാനം കെടുത്തുവാൻ 20 വെള്ളിക്കാശിന് വിറ്റ് നഗ്നനാക്കി പൊട്ടക്കിണറ്റിലിറങ്ങി കാലിൽ വിലങ്ങിട്ട് പൂട്ടി ചൂട് മണലിൽ എന്നെ മിസ്രയീം വരെ ഇഴുത്ത്, ചെയ്യാതെ കുറ്റത്തിന് 2 ആണ്ടുകൾ ആമത്തിലിട്ട് പൂട്ടി ജയിലിലടച്ചു. തിന്മയ്ക്കായി, മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തതെല്ലാം തിന്മയ്ക്കായി, ഭവിച്ചതോ നന്മയായി അത് ഭവിച്ചു. ആമേൻ. പരിഹാസം മാനത്തിന് കാരണമാക്കി തീർക്കുന്ന ദൈവം. നിന്റെ ജീവിതത്തിൽ വരുന്ന പരിഹാസം, ന്യായാധിപ പുസ്തകം 11-ാം അധ്യായം, സ്വന്തം അപ്പന്റെ വീട്ടിൽ നിന്ന് നീ വേശ്യയുടെ മകനടാ എന്ന് സ്വന്തം ഉടമ്പുറപ്പുകൾ ഭക്തൻ യിഫ്താഹിനെ വീട് വിട്ട് ഇറക്കി വിട്ട് സ്വർഗം കണ്ട് സ്വന്തം അപ്പന്റെ വീട്ടിൽ നിന്ന് നീ വേശ്യയുടെ മകൻ, അവന് അവർക്ക് ദൈവം സേനാധിപനായി മാറ്റി, തലവനായി മാറ്റി. നീ അനുഭവിക്കുന്ന പരിഹാസം മാനത്തിന് കാരണമായി തീരും. ജഡത്തിന്റെ സന്താനം ഇസ്മവേൽ, വാഗ്ദത്ത സന്താനം ഇസഹാക്കിനെ സ്വന്തം വീട്ടിൽ വെച്ച് പരിഹസിച്ചു. എല്ലായിടവും ക്ഷാമം കൊണ്ട് കത്തി നശിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് ഇസഹാക്കിനെ മാത്രം അനുഗ്രഹിച്ചു. നീ അനുഭവിക്കുന്ന പരിഹാസം
നിന്റെ മാനത്തിന് കാരണമായി തീരും. നിന്റെ മുമ്പിൽ നിന്നെ ലാക്കാക്കി കാർന്ന് തിന്നുവാൻ വരുന്ന ക്ഷാമം നിന്റെ ക്ഷേമത്തിന് കാരണമായി തീരും. നിന്റെ ജീവിതത്തിലെ ആണ്ടുകളായി നീ ചുമക്കുന്ന കുറവ് നിറവിന് കാരണമായി തീരും. ഹന്ന ഒരു കുട്ടിയുടെ കാൽ കാണുവാൻ ദൈവസ്ഥനിൽ ഉപവസിച്ച് കാത്തിരുന്ന് ദൈവം കണക്ക് കൂട്ടി നൽകിയത് 6 ഡസൻ. 1 സാമുവേൽ 2-ാം അധ്യായം 21-ാം വചനത്തിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിന്റെ കുറവ് നിറവിന് കാരണമായി തീരും. നിന്റെ ക്ലേശം, സങ്കീർത്തനം 90:15 പ്രകാരം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന നീതി നിമിത്തം നീ അനുഭവിക്കുന്ന ക്ലേശം നീ ചുമക്കുവാൻ പോകുന്ന നിന്റെ സന്തോഷത്തിന് കാരണമായി തീരും. വെറും പ്രസംഗമല്ലാതെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിനക്കത് അനുഭവിക്കുവാൻ കഴിയും. 1977-78 നാഗർകോവിൽ പയോനിയർ കുമാരസ്വാമി കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സിന് ഞാൻ പഠിക്കുമ്പോൾ 50 രൂപയ്ക്ക് വേണ്ടി 50 കിലോമീറ്റർ ഞാൻ നടന്നു. അങ്ങോട്ട് 25, ഇങ്ങോട്ട് 25. വെറും 50 രൂപയ്ക്ക് വേണ്ടി അങ്ങോട്ട് 25 കിലോമീറ്റർ അയാൾ തരും, അവർ തരും. പഠിത്തം തടസ്സമില്ലാതെ മുമ്പോട്ട് പോകും. 50 രൂപയ്ക്ക് വേണ്ടി. കറക്റ്റ് 30 ആണ്ടുകൾ കഴിഞ്ഞ് 2007 വെട്ടൂണി മഠത്തിനും പാർവതത്തിനും ഇടയ്ക്കാണ് ഈ കോളേജ്. അവിടെ തന്നെ കളിയങ്കാട് CSA ഡിസ്ട്രിക്റ്റ് സഭയിൽ 2007 നാഗർകോവിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ജനം കൂടുന്ന രീതിയിൽ ഒരു മെഗാ ഐക്യ കൺവെൻഷനിൽ ഈ ദാരിദ്ര്യവാസിയെ ദൈവം കൊണ്ട് നിർത്തി. അതേ സ്ഥലം 50 രൂപയ്ക്ക് വേണ്ടി നെടുവീർപ്പെട്ട അതേ സ്ഥലം അന്ന് ഉദ്ഘാടനം ചെയ്തത് മെഡിക്കൽ ഫീൽഡിൽ വളരെ പ്രഗത്ഭൻ ഡോക്ടർ ബെൻസാം അവർകൾ, കുമരി CSI ഡയസിസിൻ്റെ വൈസ് പ്രസിഡന്റ്. കൂട്ടം കഴിഞ്ഞ് ബ്രദർ നിൽക്കണം, ഒരു പിടി പണം വാരി എൻ്റെ കയ്യിൽ ഡോക്ടർ ബെൻസാം കാണിക്കയായി തന്ന്. എവിടെ കരഞ്ഞുവോ അവിടെ നിന്നെ സന്തോഷിപ്പിക്കുന്ന ദൈവം. ആമേൻ, ആമേൻ. ധൃതി കാണിക്കരുത്, ബഹളം കാണിക്കരുത്. നീ കേൾക്കാൻ വന്നിരിക്കുന്നത്, അനുഭവിക്കാൻ വന്നിരിക്കുന്നത്, ആസ്വദിക്കപ്പെടാൻ വന്നിരിക്കുന്നത് വലിയ ദൈവത്തിന്റെ പാദപീഠം എന്നുള്ള ഓർമ്മ നിന്റെ ഉള്ളിൽ വേണം. ആമേൻ. മനക്ലേശതരങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ മനക്ലേശതരങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ തിരുക്കാരം നീട്ടിയേടു തണച്ചു ഭയപ്പെടേണ്ടായ ഉരച്ചവനെ. തിരുക്കാരം നീട്ടിയേടു തണച്ചു ഭയപ്പെടേണ്ടായ നൂരച്ചവനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മറു യാത്രയിൽ നന്ദിയോടെ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. കൈകളെ ഉയർത്തി കൈകളെ തട്ടി ശക്തിയോട് ശക്തിയോട് ഒരിക്കൽ കൂടെ ആ പാട്ടിൻ്റെ വരികളുടെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞ് എല്ലാ ആളുകളും ആമേൻ
ആമേ. പനി നീർ പുഷ്പം ഷാരോൻ നിലവേ താമരയും താഴ്വരയിൽ. പനി നീർ പുഷ്പം ഷാരോൻ നിലവേ താമരയും താഴ്വരയിൽ. വിശുദ്ധരിൽ ആദി വിശുദ്ധനവേ മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിൽ ആദി വിശുദ്ധനവേ മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ പ്രിയനെ ജീവകാലമെല്ലാം. അഗ്നി 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 അഗ്നി. ബലമില്ലാതെ ക്ഷയിച്ച് കഷ്ടത മുഖാന്തരം ഒടിഞ്ഞുപോയി ജീവിതം തകർന്ന് നിലവിളിയോട് എത്തിയിരിക്കുന്ന ദൈവമക്കളെ തന്റെ വചനം തന്റെ അത്ഭുത കരം നീട്ടി നിവർത്തുന്നവൻ നിവർത്തുന്നവൻ. യേശ് യേശ്. അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു. മക്കളില്ലാതെ മലടിയെന്ന് നിന്ദിക്കപ്പെടുന്ന ചില വ്യക്തികൾക്ക് ഇന്ന് ഒരു സ്വർണ ദിവസമാണ്. യേശുവേ യേശുവേ, അങ്ങനെ ഉള്ളവരുടെ ജീവിതത്തിൽ കർത്താവ് ഇന്ന് അത്ഭുതം ചെയ്യും. മക്കളില്ലാത്തവരുടെ ഗർഭങ്ങൾ അവൻ തൊടുന്ന് തൊടുന്ന്. ഇവിടെ വന്നിട്ട് ഇരിക്കുന്നവരായാലും നിങ്ങളുടെ ബന്ധത്തിലോ നിങ്ങളാൽ അറിയപ്പെടുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിലും അവരോട് സുവിശേഷം അറിയിച്ച് കൂട്ടായ്മയിൽ കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോട് അവർക്ക് വേണ്ടിയും കൈകളെ ഉയർത്തി നിലവിളിച്ചാട്ട് ഇവിടെ ഇരിക്കുന്ന ആളുകൾ വയറിൽ കൈ പഴിക്കുക, കൈ വയ്ക്കുക. അപ്പാ അപ്പാ, സുന്ദർ സിംഗിനെ അനുഗ്രഹിച്ചവനെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. നോ മോർ അബോർഷൻ, നോ മോർ അബോർഷൻ. ആമേൻ ആമേൻ ആമേൻ. ഇനി ഒരു തകർച്ചയില്ല, ഇനി ഇവർക്ക് നിന്ദയില്ല, ഇനി ഇവർക്കൊരു പരിഹാസമില്ല. ആമേ. ഒരു കുഞ്ഞിനെ വയ്ക്കണമപ്പ, ഒരു കുഞ്ഞിനെ അവിടെ ഗർഭത്തിൽ വയ്ക്കണമേ. Put a lively child now, put a lively child now. അങ്ങയുടെ നാമ മഹത്വത്തിനായി വയ്ക്കണമേ. തീ തീ കത്തുന്നു, നിങ്ങളുടെ ഉള്ളിൽ അഗ്നി കത്തുന്നു കത്തുന്നു. എല്ലാ പോരായ്മയും, എല്ലാ രോഗ തടസ്സമും, എല്ലാ ശാപമും അഗ്നി കത്തിക്കുന്നു, അഗ്നി കത്തിക്കുന്നു. ഓറ ബാലജൻ ധനദബ റഷാലഞ്ജന. ആമേ. ദിവ്യ ശക്തി എല്ലാ ഇരുളിനെയും തടസ്സ മതിലുകളെയും ആമേ തകർക്കുന്നടാ, തകർക്കുന്നടാ. ആമേ. ജീവന്റെ കരം ഗർഭത്തിൽ സ്പർശിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി 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 നന്ദി. മനക്ലേശതരങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം എടുത്തണച്ചു ഭയം 200 ശവനേ. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ടായ 100 ശവനേ. വാഴ്ത്തുമേ. ആമേ 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 ആമേ. നന്ദി
நன்றி. ஆமென், ஆமென், ஆமென். கஸ்டடா ஒரு வாக்தத்தம், கஸ்டடா ஒரு வரதானம், கஸ்டடா கிறிஸ்துவில் വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഒരു നന്മ. വിശ്വസിക്കുന്നവർ കൈകളെ തട്ടാം. It is a goodness. കഷ്ടത ഒരു നന്മ. കഷ്ടത മുഖാന്തരം ലഭിക്കുന്ന ചില നന്മകൾ സമയം ഉള്ളതുപോലെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം. കഷ്ടതയാൽ നീതിമാന്റെ ജീവിതത്തിൽ ദൈവം ചൊരിയുന്ന നന്മ ഒന്ന് ശിഷ്യത്വം, ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വം. രണ്ട് ദൈവത്തോട് ഒരു സഖിത്വം. സന്തോഷമില്ലേ? ദൈവത്തോട് ഒരു ഫ്രണ്ട്ഷിപ്പ്, സഖിത്വം. മൂന്ന് കഷ്ടതയാൽ നമുക്ക് വരുന്ന നന്മ, ദൈവം തരുന്ന ആശ്വാസം. കഷ്ടതയാൽ നമ്മിൽ ഉണ്ടാകുന്ന വേറൊരു നന്മ, ദൈവസന്നിധിയിൽ അനുസരണം. ഹല്ലേലൂയ. ശിഷ്യത്വം, സഖിത്വം, ആശ്വാസം, അനുസരണം. അവസാനം കഷ്ടത നൽകുന്ന നന്മ, മാനസാന്തരം. ആദ്യം നാം ധ്യാനിക്കുവാൻ പോകുന്നത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കഷ്ടതയാൽ നമുക്ക് ലഭിക്കുന്ന നന്മ, ശിഷ്യത്വം. ആർ ശിഷ്യൻ? വിശ്വസിക്കുന്നവനല്ല. എന്തെങ്കിലും കിട്ടുമെന്ന് ഓടി വന്ന് പറ എന്ന് ശ്രോത്രമെന്ന് ശരീരവും ആട്ടിക്കുലുക്കി അല്പം താമസിച്ചാൽ പിറുപിറുത്തിട്ട് വിട്ടിട്ട് ഓടുന്ന ഇന്നത്തെ വിശ്വാസി അല്ല ശിഷ്യൻ. ആർ ശിഷ്യൻ? യോഹന്നാൻ 8:31 യേശു കർത്താവ് തന്നെ അരുളി ചെയ്യുന്ന തങ്ങൾ വിശ്വസിച്ച യഹൂദന്മാരോട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നവനല്ല ശിഷ്യൻ, എന്റെ വചനം കേട്ട ഉപദേശത്തിൽ നിലനിൽക്കുന്നവൻ യവനോ അവൻ ശിഷ്യൻ. സ്വോത്രം വരുന്നേയില്ല. പോരാ, കൈകളെ ഉയർത്തി കൈകളെ തട്ടണം. കേട്ട വചനം, ഉപദേശത്തിൽ ഏത് മതിലും എന്റെ എതിൽ വരട്ടെ, ഞാൻ നിലനിൽക്കുമെന്ന് കർത്താവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ യവനോ അവൻ ശിഷ്യൻ. അപ്പൊ വിശ്വസിക്കുന്നത് മാത്രമല്ല, വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് കഷ്ടത നൽകുന്ന ഒരു നന്മയാണ്. ശിഷ്യൻ വിശ്വസിക്കുന്നത് മാത്രമല്ല, വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. മൂന്നാമത് 1 തെസ്സലോനിക്കർ 8 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മാത്രമല്ല, വിശ്വാസത്തിൽ ആഞ്ഞടിക്കുന്ന കഷ്ടത വന്നാലും കഷ്ടതയിലും വിടാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വിശ്വാസം മാത്രമല്ല ശിഷ്യത്വം. കേട്ട വചനത്തിൻ പ്രകാരം ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ശിഷ്യത്വം. വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മാത്രമല്ല ശിഷ്യത്വം, വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ആഞ്ഞടിക്കുന്ന കഷ്ടത സഹിച്ചു വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് ശിഷ്യത്വം. നാലാമത് സങ്കീർത്തനക്കാരൻ എഴുതുന്നു 119:67, കഷ്ടതയിൽ ആകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി. ഇപ്പോഴോ എപ്പോഴോ? കഷ്ടതയിലായപ്പോഴോ,
രോഗം പിടിച്ച് ആഞ്ഞടിക്കുമ്പോഴോ, കടംഭാരം കൊണ്ട് എന്നെ കുലുക്കുമ്പോഴോ, ഏകാന്തതയിൽ പരിഹാസയിൽ കടന്നു പോകുമ്പോഴോ, ഇപ്പോഴോ ഞാൻ അങ്ങയുടെ വചനത്തെ ചന്തമായി പ്രമാണിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതിനു മുമ്പ് ഞാൻ തെറ്റിപ്പോയി. ഇപ്പൊ കഷ്ടത വന്നപ്പോഴോ കർത്താവിന്റെ വചനത്തെ മതപ്രഭാഷണമല്ല, ഇത് ജീവനാണ് എന്ന് ഞാൻ പ്രമാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മാത്രമല്ല, കഷ്ടതയിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. കഷ്ടതയിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് മാത്രമല്ല, വചനം പ്രമാണിച്ച് കഷ്ടതയിൽ നിലനിൽക്കുന്നതാണ് കഷ്ടത മുഖാന്തരം ദൈവം നിനക്ക് നൽകുന്ന ഒന്നാമത്തെ നന്മയായ ശിഷ്യത്വം. എഴുതിയെടുക്കണം, അങ്ങനെ ജീവിക്കണം. നീ അത്ഭുതം ഇന്ന് കൊയ്തെടുക്കും. ആമേൻ. രണ്ടാമത് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന കഷ്ടത മുഖാന്തരം ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന അടുത്ത നന്മ സഖിത്വം. മന്ത്രിയോട് സഖിത്വമല്ല, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, സർവത്തിൻ്റെയും നിർമ്മിതാവായ, സദാ ജീവിച്ചിരിക്കുന്നവനായ, അഗ്നിയായ, ആർക്കും അടുത്തു കൂടാത്ത അത്ഭുത വെളിച്ചമായ, മോശയുടെ ഭാഷയിൽ ഭയങ്കരനായ ദൈവത്തോട് ദൈവ പൈതലേ നിനക്ക് ഉണ്ടാകുന്ന സഖിത്വം ഒരു നന്മയാണ്. ആമേൻ. എങ്ങനെ? യോബ് എഴുതുന്നു, I heard of him, I heard of this God. ഈ ദൈവത്തെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ കാണുന്നു. എന്റെ ശരീരത്തിൽ ചിറങ്ങ് വന്നപ്പോൾ, എന്നെ മാനിച്ച ആളുകൾ അകന്നു നിന്ന് പരിഹസിച്ചപ്പോൾ, ഞാൻ ജന്മം നൽകി എന്റെ 10 മക്കളും എന്റെ മുമ്പിൽ മരിച്ചു വീണപ്പോൾ, വെണ്ണ കൊണ്ട് കഴുകിയ എന്റെ മേനി ഇന്ന് പുളുത്ത് നാറിയപ്പോൾ, ഞാൻ കേട്ടിട്ടുള്ള ദൈവമല്ല, ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് അവനെ ഞാൻ കാണുന്നു. I see him. ആത്മബന്ധം, കഷ്ടതയാൽ ഉണ്ടാകുന്ന ആത്മബന്ധം, സഖിത്വം. സങ്കീർത്തനക്കാരൻ എഴുതിയല്ലോ 73:23 ദൈവമേ ഞാൻ അങ്ങയുടെ കൈക്ക് പിടിച്ചിരിക്കുന്നു എന്നല്ല ബൈബിൾ വചനം. ദൈവമേ അങ്ങ് എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ പിടിച്ചാൽ ചിറങ്ങ് വന്നാൽ പിടിവിടും. മക്കളെ കിട്ടിയില്ല എങ്കിൽ പിടിവിടും. വിചാരിച്ച ഭർത്താവ് കിട്ടിയില്ല എങ്കിൽ പിടിവിടും. ഓർപ്പയെ പോലെ ദൈവം നമ്മെ പിടിച്ചാലുണ്ടല്ലോ, ആ പിടി അത് നിരന്തര പിടിയായിരിക്കും. ആ പിടി വിട്ടുപോവുകയില്ല. It is not I hold your hand, my God, it is you who held my right hand. അതാണ് സഖിത്വം. ദൈവത്തോടൊരു ആത്മബന്ധം ഉണ്ടായിട്ട് ഉണ്ടോ നിനക്ക്? എന്നും എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. അതൊന്ന് വിട്ടിട്ട് കർത്താവേ അങ്ങേക്കെന്ത് വേണം, അങ്ങയുടെ മിനിസ്ട്രിക്ക് എന്ത് വേണം, അങ്ങയുടെ വചനത്തിന് എന്ത് വേണം ചോദിച്ചു നോക്കുക. കർത്താവിനോടൊരു ആത്മബന്ധം ഉണ്ടാകും, നിശ്ചയമാണ്. ആമേൻ, ഹല്ലേലൂയ. കോടും കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ,
കൊടുങ്കാറ്റുണ്ടി വാനദേശത്തിൽ പ്രിയനെ എന്നെ വിടല്ലേ, കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ, കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ. കൈകൾ ഉയർത്തി. കൊതിയോടു ഞാൻ വരുന്നേ, എൻ്റെ സങ്കടം അങ്ങ് തീർക്കണേ, കൊതിയോടു ഞാൻ വരുന്നേ, സങ്കടം അങ്ങ് തീർക്കണേ, കൊതിയോടു ഞാൻ വരുന്നേ, സങ്കടം അങ്ങ് തീർക്കണേ. മൂന്നാമത്, കഷ്ടത നൽകുന്ന നന്മ. 2 കൊരിന്ത്യർ 1:4. കഷ്ടത ഉള്ളവരെ ആശ്വസിപ്പിപ്പാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് കഷ്ടതയിൽ ഉള്ളവരെ ഞങ്ങൾ ആശ്വസിപ്പിപ്പാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടതയിൽ ഒക്കെയും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. സൗഖ്യം തരുന്നത് എന്തിനായി? സാക്ഷ്യം നിർത്തുന്നത് എന്തിനായി? രോഗം വിടുതൽ തരുന്നത് എന്തിനായി? നീ ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് എന്തിനായി? നിനക്കൊരു ആശ്വാസം തരുന്നത് എന്തിനായി? ആശ്വാസം മുഖാന്തരം നീ ശക്തിപ്പെടാൻ, വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ. എന്തിനു ശക്തിപ്പെടാൻ? നിന്നെപ്പോലെ കഷ്ടതയിൽ കഴിയുന്ന അയൽക്കാരന് സുവിശേഷം പറഞ്ഞു കൊടുത്ത് അവന് നിന്നെ ദൈവം ആശ്വസിപ്പിച്ചതുപോലെ നീ അവനെ ആശ്വസിപ്പിപ്പാൻ. മനസ്സിലായവർ കൈകളെ തട്ടണം. കഷ്ടതയാൽ വരുന്ന നന്മ, ആശ്വാസം. ഭർത്താവും 2 ആൺമക്കളും മരിച്ച് ഒരു നേരം ആഹാരത്തിന് 3000 കിലോമീറ്റർ നടന്നു പോയ നഗോമി എന്നുള്ള ബത്ലഹേം യഹൂദ സ്ത്രീ മൊത്തം 6000 കിലോമീറ്റർ ഒരു നേരം ആഹാരത്തിന് നടന്ന് മടങ്ങി സ്വന്തം നാട്ടിൽ വെറുങ്കയുമായി വരുമ്പോൾ അവിടെ പാട്ടായി ആളുകൾ ഓടിക്കൂടി ചോദിക്കും, ആർയത്? 10 ആണ്ടിന് മുമ്പ് കണ്ട ഭർത്താവുമായി മക്കളുമായി കണ്ട നഹോമിയോ? മറുപടി അവൾ നൽകും. റൂത്ത് 1:20 നഹോമി എന്ന് വിളിക്കരുത്, എൻ്റെ പേര് മാറാ. മാറാ മീൻസ് ബിറ്റർനെസ്, കയ്പ്. ഒരു നേരം ആഹാരത്തിന് പോയ എൻ്റെ ജീവിതത്തിൽ വന്നത് പടിപ്പടിയായി തുടരായി കയ്പ്. Therefore call me മാറാ, കയ്പ് എന്ന് വിളിപ്പീൻ. പറയുന്ന വാക്ക് ശ്രദ്ധിപ്പീൻ. റൂത്തിന്റെ പുസ്തകം 1:20 വചനത്തിൽ സർവശക്തൻ എൻ്റെ ജീവിതത്തിൽ കയ്പായത് കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കയ്പ് ദൈവം ഇതുവരെ കൽപ്പിച്ചെങ്കിലും ആ ദൈവം എനിക്ക് ഇന്നും സർവശക്തൻ തന്നെയാണ്. ആമേൻ. അതാണ് അവൾക്ക് ലഭിച്ച ആശ്വാസം. ആ ആശ്വാസം, ആ സ്റ്റാൻഡ് അവൾ എടുത്തപ്പോൾ ദൈവം ആരെന്ന് അറിയാത്ത റൂത്ത് എന്നുള്ള മരുമകൾ പറഞ്ഞ്, അമ്മാവിയമ്മേ, ഈ ദൈവം തന്നെ എൻ്റെ ദൈവം. ഉണ്ടോ ഈ അനുഭവം നിന്റെ ജീവിതത്തിൽ? ഉണ്ടോ? ഒരുത്തിക്ക് ലഭിച്ച ആശ്വാസം മറ്റവൾക്ക് ആശ്വാസമായി മാറി. 25 ആണ്ടുകൾ
കിഴട്ട് പ്രായത്തിൽ മക്കളില്ലാതെ നിലവിളിച്ച ജീവിതത്തിൽ ആബ്രഹാമിന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം ആശ്വാസമായി വന്നപ്പോൾ ആശ്വാസം ആബ്രഹാമിന്റെ കുടുംബത്തിന്, ഉൽപ്പത്തി 18:19, കുടുംബത്തിന് ആശ്വാസമായി മാറി. ജന്മനാ മുടന്തന് സൗഖ്യമെന്നുള്ള പേരിൽ അപ്പോസ്തലൻ 3-ാം അധ്യായത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്ന ദിവ്യ ആശ്വാസം സൗഖ്യം വാങ്ങിയിട്ട് സ്ഥലമിട്ടില്ല. അപ്പോസ്തലൻ 4:14 അപ്പോസ്തലന്മാരോട് കൂടെ നിന്നപ്പോൾ അവന് പ്രാപിച്ചെടുത്ത ദൈവം നൽകിയ ആശ്വാസം അവിശ്വാസികൾ രക്ഷപ്പെടുവാൻ ആശ്വാസമായി തീർന്ന്. ആമേൻ. മറ്റവർക്ക് ശക്തി നൽകുവാൻ കഷ്ടതയിൽ ദൈവം എന്നെ ആശ്വസിപ്പിക്കുന്നു. കഷ്ടത നൽകുന്ന നന്മ ആശ്വാസം. 4ാമത് കഷ്ടത നൽകുന്ന നന്മ അനുസരണം. കൈകളെ തട്ടി വലിയവനെ മഹത്വപ്പെടുത്തുക. സങ്കീർത്തനം 121 4-ാം വചനം അങ്ങനെ പഠിപ്പിക്കുന്ന സദാ ജാഗ്രൻ ദൈവം, സദാ ജാഗ്രൻ. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായി ഇരിക്കുന്നവർക്ക് വേണ്ടി യഹോവയുടെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടമും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആര് സന്തോഷത്തോട് വചനം കേൾക്കുന്നു, ആര് ഉള്ളിൽ പിറുപിറുത്ത് വചനം കേൾക്കുന്നു, ആര് ഉറങ്ങി വീണ് വചനം കേൾക്കുന്നു എന്ന് കർത്താവിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുന്നു. അതിന് തക്ക അനുഗ്രഹം ഇനി കൊയ്തെടുക്കുകയുള്ളു. 2 ദിനവൃത്താന്തം 16:9. 2ാമത് ആരുടെ ഉള്ള് വിശ്വസ്തം എന്ന് അറിയുവാൻ അവന്റെ കണ്ണുകൾ ഊടാടും. നെഹെമ്യ 9:8 പ്രകാരം. 3ാമത് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഒരു മനുഷ്യൻ ഉണ്ടോ എന്ന് കാണേണ്ടതിന് കർത്താവിന്റെ കണ്ണുകൾ എസെക്കിയേൽ 22:30 വചനത്തിൽ കണ്ണുകൾ ഊടാടും. 4ാമത് സങ്കീർത്തനം 53:2 നമ്മെ പഠിപ്പിക്കുന്ന ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനെങ്കിലും ഉണ്ടോ എന്ന് കാണേണ്ടതിന് കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടവും ഊടാടും. 4ാമത് ഒരു അനുസരൺ ദൈവസന്നിധിയിൽ വിറയ്ക്കുന്ന ഒരു ഭക്തൻ, ദൈവ വാക്കിന് അനുസരിക്കുന്ന ഒരുവനുണ്ടോ? സങ്കീർത്തനം 33:18 എന്ന് അറിയേണ്ടതിന് അവന്റെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടവും ഊടാടും. എന്തിന്? അനുസരിക്കുന്നവന് അനുഗ്രഹം നൽകുവാൻ. 1 യോഹന്നാൻ 3-ാം അധ്യായം 22. അപ്പോൾ അനുസരണം, അനുഗ്രഹത്തിന് കാരണമായ അനുസരണം നിന്റെയും എന്റെയും ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ശ്രദ്ധയോട് കേൾക്കണം. അനുസരണം, കഷ്ടതയുടെ നന്മയാം അനുസരണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം കഷ്ടതയിൽ കൂടി, നീതി നിമിത്തമുള്ള കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടത് ഉണ്ട്. ആമേൻ. എന്തിന്? എബ്രായർ 5-ാം അധ്യായം 8-ാം വചനത്തിലെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ബുദ്ധിരനെങ്കിലും മഹാപരിശുദ്ധവാൻ, മഹാബലവാൻ, പാപം ചെയ്തിട്ടില്ലാത്തവൻ, പാപം അറിയാത്തവൻ, നമ്മുടെ രക്ഷയ്ക്കായി തകർക്കപ്പെട്ട് പൊന്ന് രക്ഷിതാവ് യേശുവെങ്കിലും, യേശുവിന് പോലും അനുസരണം പഠിപ്പാൻ, നമുക്കൊരു പാഠമായി തീരുവാൻ അവൻ കഷ്ടതയിൽ കൂടെ ദൈവം അവനെ കടത്തിവിട്ട്, പിന്നെ നീയും
ഞാനും ആരാണ്? ഹല്ലേലൂയ. പഠിച്ച് തികഞ്ഞവനായി, നമ്പുതുമ്പായി പോയി എന്നല്ല, തകർന്നു പോയി എന്ന് അല്ല, അങ്ങനെ പഠിച്ചത് മുഖാന്തരം he became perfect. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിന് അമ്മയുടെ പുത്രൻ എന്നല്ല, ഇവൻ ദൈവപുത്രൻ എന്ന് ക്രിസ്തുവിനെ അനുസരിക്കുന്ന ഏവർക്കും നിത്യ രക്ഷയുടെ കാരണഭൂതനായി തീർന്ന് നാം നിത്യ രക്ഷ സ്വർഗം പ്രാപിപ്പാൻ കഷ്ടത സഹിച്ചവൻ അനുസരണം പഠിച്ചത് കൊണ്ട് നാം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അവൻ കാരണഭൂതനായി തീർന്ന്. അതാണ് പൗലോസ് എഴുതുന്നത് അപ്പോസ്തലപ്രവൃത്തി 14:22 കഷ്ടതയിൽ കൂടി നാം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് അല്ലോ. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് എഴുന്നേൽക്കാമോ? ഒന്ന് ഇടവേള, ഒന്ന് എഴുന്നേൽക്കാമോ? സ്വർഗം നിങ്ങളുടെ മേൽ ചെവി സായ്ക്കുന്ന സമയമാണ്. കഷ്ടത ഭാരമല്ല, ഇത് ഒരു വാഗ്ദത്തമാണ്. കഷ്ടത ഭാരമല്ല, ഇത് നിനക്കൊരു നന്മയാണ്. കഷ്ടത ഭാരമല്ല ദൈവജനമേ, നിനക്ക് കഷ്ടത ഒരു വരദാനമാണ്. ആമേൻ, 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 ആമേൻ. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. ഓ, ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ, ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം. എന്റെ പ്രിയനെ ഒന്ന്, എന്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്ക് എല്ലാ നാളും ഞാൻ വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ടീം ടീ ടീം ടീ ടീ ടീം ടീ 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 ടീ. ഹീലിംഗ് പവർ, ഹീലിംഗ് പവർ. സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി, സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി. ഏത് രോഗമായാലും, ഏത് രോഗമായാലും, ക്യാൻസറാണോ, കുഷ്ഠമാണോ, പിശാചിന്റെ ബന്ധനമാണോ, കർത്താവിൻ്റെ അത്ഭുതകരം ഊടാടുന്നു. നാടി നരമ്പുകൾ അവൻ തൊടുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ വേലക്കാരൻ, ഇവർ അങ്ങയുടെ പൊന്നു മക്കളാണ്, മനസ്സലിയണമേ. ഹീലിംഗ് പവർ വ്യാപരിക്കുന്നു, സഭയ്ക്ക് നൽകുന്ന ദിവ്യ ശക്തി വ്യാപരിക്കുന്നു. ഓരോ ആളുകളിലും എൻ്റെ വലതുഭാഗത്തിൽ 2 വ്യക്തികൾ മരിക്കുവാൻ കാരണമായി തീർന്ന ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറക്കമില്ല, നിങ്ങൾക്ക് സമാധാനമില്ല, നിങ്ങൾക്ക് എന്നും നെടുവീർപ്പാണ്, നിങ്ങൾ അത് മുഖാന്തരം മദ്യത്തിന് അടിമയാണ്. സ്വർഗത്തിലെ ദൈവം എൻ്റെ സഹോദര നിങ്ങളെ തുടർന്ന് നിങ്ങളുടെ ഏറ്റുപറച്ചിൽ അവൻ മാനിക്കുന്നു. യേശുവിൻ കരം നിങ്ങളെ തുടർന്ന് നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞ് കർത്താവിനെ സേവിക്കാൻ പോകുന്നു. അഗ്നിമഴ
ஒரு காயின் ஒரு சில்லி காசு கையில் இல்லாது நிலவிலியோடு எத்திருக்கின்ற 12 குடும்பங்களை விட உண்டு. கடம்பாரத்தின் மேல் கடம்பாரம், கடம்பாரத்தின் மேல் கடம்பாரம். சொர்க்கம் கனியுന്നു മക്കളെ, സ്വർഗം കനിയുന്നു, സ്വർഗം നിങ്ങളോട് കനിയുന്നു. യേശുവിൻ നാമത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ. ഈ ദൈവത്തെ നീ വിട്ടു കളയരുത്, വിട്ടു കളയരുത്. യേശുവിൻ നാമത്തിൽ വിടുതൽ, വിടുതൽ, വിടുതൽ. ക്യാൻസർ രോഗിക്ക് വിടുതൽ, കുഷ്ഠരോഗിക്ക് വിടുതൽ, ക്യാൻസർ രോഗിക്ക് വിടുതൽ, പിശാച് ബന്ധനത്തിൽ വരുന്നവർക്ക് വിടുതൽ, വന്നിരിക്കുന്നവർക്ക് വിടുതൽ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ടീ 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 ടീ. തൊട്ടതിനായി നന്ദി, തൊട്ടതിനായി നന്ദി. ഇരിക്കാം. അവസാനം ബൈബിൾ എടുക്കുക. ആവർത്തനം 8:2. ആവർത്തനം 8:2. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുവോ ഇല്ലയോ എന്ന് നിന്നെ ശോധന ചെയ്ത് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനും. ആമേൻ. ഉള്ളിൽ പതിക്കു വച്ചിരിക്കുന്ന മുണുമുണുപ്പും പിറുപിറുപ്പും നാവിൽ കൂടി പുറത്തു വന്ന് ദൈവം അറിയുവാനും നിന്നെ സമൂഹത്തിൽ അല്പം കുറച്ചു നാൾ താഴ്ത്തുവാനും. നിന്റെ ഈ 40 വർഷം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന 40 വർഷം നിന്നെ നടത്തിയ വിധം നീ ഓർത്തുകൊള്ളുക. നടത്തിയ വിധം മറക്കരുത്, മറക്കരുത്. ആമേൻ. ആവർത്തനം 1:31, ആവർത്തനം 8:4, ആവർത്തനം 29:5, സംഖ്യ 13:23, ആയിഷ 40:11. ഒരു ഇടയൻ ആട്ടിൻ കൂട്ടത്തെ നയിക്കുന്നത് പോലെ തള്ളാടുകൾ അവൻ പതുക്കെ നടത്തി. കുഞ്ഞാടുകളെയോ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു ഭുജത്തിൽ എടുത്ത് മാർബിൽ ചേർത്ത്. അതാണ് ആവർത്തന പുസ്തകത്തിൽ 1:31 എഴുതുന്ന ഒരു ജനകൻ തൻ്റെ മകന് മാർബിൽ ചേർത്ത് ഭുജത്തിൽ വയ്ക്കുന്നത് പോലെ, അപ്പൻ മകനെ തൂക്കി ചുമക്കുന്നത് പോലെ ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തി നിന്നെയും നടത്തും. ആമേൻ. അപ്പൻ മകനെ നടത്തിയതുപോലെ 40 ആണ്ടുകാലം അവർ ഇട്ടിരുന്ന ചെരുപ്പ് പഴകിയിട്ടില്ല, ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചു പോയില്ല. സ്വന്തമായി ചുരുക്കി പറഞ്ഞാൽ ഒരു അപ്പൻ മോനെ തോളിൽ ചുമക്കുന്നത് പോലെ നടത്തിയ വിധം ഭയങ്കരം. 2, ഇതിനെ വിട്ടിട്ട് അവിടെ ഉള്ളിൽ വച്ചിരിക്കുന്ന പിറുപിറുപ്പ് വെളിയിൽ നാക്കിൽ കൂടി അറിയുവാൻ ദൈവം അവരെ 40 നാളുകളിൽ എത്തിച്ചേരേണ്ട ദൂരം 40 ആണ്ടുകളായി നടത്തി വട്ടം കറക്കി. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് കണക്ക് നന്നറിയാം. ജെറമ്യാ 29:11 നമ്മ പഠിപ്പിക്കുന്ന നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ ഡയറിയിലുള്ള പദ്ധതി ഒട്ടും ദോഷത്തിനല്ല, എല്ലാം നന്മയ്ക്കുള്ളതാണ്. ആമേൻ. ജോലി കിട്ടിയില്ല, ഗവൺമെന്റ് സർവീസിൽ കയറാൻ പറ്റിയില്ല, നല്ല വെളുത്ത മാപ്പിള കിട്ടിയില്ല, നല്ല സർക്കാർ ജോലിയുള്ള പെണ്ണ് കിട്ടിയില്ല, നല്ല വീടില്ല, അവർക്ക് നല്ല വീടുണ്ട്,
നിനക്ക് മക്കളെ, ദൈവജനമേ, നിന്നെക്കുറിച്ച് നിനക്കൊരു പദ്ധതി ഉള്ളതിനേക്കാൾ നല്ല പദ്ധതി എന്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഭംഗിയായി അവന്റെ കയ്യിൽ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് ഒട്ടും ദോഷത്തിനായുള്ള പദ്ധതിയല്ല, നന്മയ്ക്കായുള്ള പദ്ധതി. അവർക്ക് 40 ദിവസത്തിൽ എത്തിച്ചേരുന്ന നേർ റൂട്ടുണ്ട്. അവർക്കറിയാം, ദൈവത്തിനും അറിയാം. ആ നേർ റൂട്ടിൽ ഇവരെ വിടാതെ മറച്ച് റൗണ്ട് അടിപ്പിച്ചു. പുറപ്പാട് 13:17, ഉൽപ്പത്തി 15:16, ആമോസ് പ്രവചനം 2-ാം അധ്യായം 10-ാം വചനത്തിൽ അതിന്റെ കാരണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഫെലിസ്തീയ അതിർത്തിക്കകത്തു കൂടി ചെന്നാൽ അടുത്ത് കനാൻ ദേശത്തിൽ എത്തുവാനുള്ള ഒരു വഴിയുണ്ട്. ദൈവം പുറപ്പാട് 13:17 മറച്ച് ഇവരെ റൗണ്ട് അടിപ്പിച്ച്. കാരണം അവന്റെ ഫെലിസ്തീന്റെ അതിർത്തിയിൽ ചെന്നാൽ അവൻ യുദ്ധത്തിന് ഒരുങ്ങും. ഇവർ യുദ്ധം ചെയ്യേണ്ടി വരും. യുദ്ധം കാണുമ്പോൾ പാലും തേനും ആറായി ഒഴുകുന്ന ദേശത്തിൽ കൊണ്ടാക്കും എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ വെറും കള്ളവാക്കാണെന്ന് പറഞ്ഞ് ഇവർ പുറകോട്ട് ഓടും. ഒരിക്കലും പുറകോട്ട് ഓടുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിന്റെ മുമ്പിലുള്ളത് ഇവരെ കൊണ്ട് കനാനിൽ പാർപ്പിക്കുവാൻ. ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്നെയും എന്നെയും പകുതി വഴിയിൽ വിട്ടിട്ട് ഓടുന്നതല്ല, നിന്റെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ. ആകയാൽ ഒരു യുദ്ധത്തിന് അവിടെ ഒരു വഴി ഒരുങ്ങാതെ പുറപ്പാട് 13:17 അവരെ റൗണ്ട് അടിപ്പിച്ചു. റൗണ്ട് അടിപ്പിച്ചതിന്റെ കാരണം, രണ്ടാമത്തെ കാരണം, ആമോസ് 2-ാം അധ്യായം 10-ാം വചനം നമ്മ പഠിപ്പിക്കുന്ന അവിടെ ഒരു ഭയങ്കര ജാതി ഉണ്ട്. ഇവർ പാർക്കുവാൻ പോകുന്ന കനാൻ ദേശത്തിൽ അമോരിയർ, they had 5 giant kings, ഭയങ്കര 5 രാജാക്കന്മാർ അവിടെ ഉണ്ട്. അമോരിയ ജാതി, അവർക്ക് ദൈവം പകരമിട്ടണം ഇവരെ കൊണ്ട്. ഒരു നാണയത്തിന് ഒരു സൈഡല്ല, 2 സൈഡുണ്ട്. ഏത് വിഷയത്തിനും 2 സൈഡുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വചനത്തിൻ പ്രകാരം, 1 തിമോത്തിയോസ് 5-ാം അധ്യായം 24 പ്രകാരം, 2 കൊരിന്ത്യർ 5:10 പ്രകാരം, 1 സാമുവേൽ 15:2. അമാൽക്കിയരെ സൗലിനെ കൊണ്ട് പാഠം പഠിപ്പിച്ചത് നമുക്കറിയാം. ഈ ജനത്തെ അമോറിയരെ ഒന്ന് പാഠം പഠിപ്പിച്ച് അവരുടെ ദേശത്ത് തന്റെ ജനത്തിന്റെ കയ്യിൽ കൊടുക്കണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്തുകൊണ്ട്? ഉൽപ്പത്തി 15:16 430 ആണ്ടുകൾ ഈ സാധുജനം മിസ്രൈമിന്റെ അടിമകളായി പീഡിപ്പിക്കപ്പെടുവാൻ കാരണം ഈ ജനമാണ്. ഉൽപ്പത്തി 15:16 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ അക്രമം തികയുന്നത് വരെ ഇവർ പീഡിപ്പിക്കപ്പെട്ടു. അമോറിയരുടെ അക്രമം, ദുഷ്ടത തികയുന്നത് വരെ 430 ആണ്ടുകാലം ഇവർ പീഡിപ്പിക്കപ്പെട്ട്, അങ്ങനെ നീണ്ട കാലം പീഡനം അനുഭവിക്കുവാൻ ഉണ്ടായിരുന്ന ഒരു ജാതി അവിടെ ഉണ്ട്. അവര് നിങ്ങൾ പീഡിപ്പിക്കും. ആമോസ് 2:10 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അവരുടെ ദേശം നിങ്ങൾ കൈവശമാക്കുവാൻ വേണ്ടി നിങ്ങളെ ഇങ്ങനെ വളച്ചു ഒടിയിച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ 40 ദിവസത്തിൽ എത്തിച്ചേരേണ്ടതിന് പകരം 40 ആണ്ടുകൾ അവര് നടത്തിയെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നിന്നെ ശപിച്ചവൻ നിന്നെ സല്യൂട്ടടിക്കുവാൻ ദൈവം നിന്റെ ജീവിതത്തിൽ ആ സമയം എത്തിച്ചേരുവാൻ ചില ക്രമീകരണങ്ങൾ ദൈവം ഉണ്ടാക്കും. ആകയാൽ നാവെടുത്ത് പിറുപിറുക്കരുത്. യേശുവിന്റെ നാവിൽ
ഒരു നാളും പെറുപെറുപ്പ് വന്നിട്ടേ ഇല്ല. കർത്താവ് സംസാരിച്ചത് ഒക്കെയും ലൂക്കോസ് സുവിശേഷം 4:22 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ലാവണ്യ വാക്കുകൾ. കർത്താവ് സംസാരിച്ചത് ഒക്കെയും അധികാരത്തിന്റെ വാക്കുകൾ. മത്തായി 7:29 കർത്താവ് സംസാരിച്ചത് ഒക്കെയും കുറ്റമില്ലാത്ത വാക്കുകൾ. യോഹന്നാൻ 7:46 കർത്താവിന്റെ സംസാരവും പ്രസംഗവും കേട്ടിട്ട് അറസ്റ്റ് ചെയ്യുവാൻ വന്ന പടവീരന്മാർ നിന്ന് പുറകോട്ടു പോയി അയച്ചവരുടെ അടുക്കൽ സാക്ഷ്യം പറയുന്നു, അവൻ പ്രസംഗിച്ചതുപോലെ ഈ ഭൂമിയിൽ വേറെ ഒരുവനും പ്രസംഗിച്ചത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഫോൾട്ട്ലെസ് വേർഡ്, കുറ്റമേ ഇല്ലാത്ത വാക്കുകൾ. നമുക്ക് ദൈവം നാക്ക് തന്നിരിക്കുന്നത് കുറ്റം പറയുവാനല്ല, ശപിക്കാനല്ല, ലാവണ്യ വാക്കുകൾ സംസാരിക്കുവാൻ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഉണ്ട്. ആകയാൽ ഈ നാവെടുത്ത് ഒന്ന് യേശുവിനെ ഏറ്റുപറയണം. ആമേൻ, ആമേൻ. നീ കിരീടം കർത്താവിന്റെ ശിരസിൽ ചൂടും. 1 കൊരിന്ത്യർ 9:25, 2 തിമോത്തിയോസ് 4:8, 1 പത്രോസ് 5:4 വാടുന്ന കിരീടമുണ്ട്, ഒളിമ്പിക്കിലെ ഗോൾഡ് മെഡൽ, അമേരിക്കയുടെ പ്രധാനമന്ത്രി സ്ഥാനം എന്ന ഈ ലോകത്തിൽ കാണുന്ന ഉയർന്ന സ്ഥാനമാനമെല്ലാം കിരീടങ്ങളാണ്. പക്ഷെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, they all crowns corruptible. The Bible says ഇത് ഒക്കെയും ഉയർന്ന സ്ഥാനമാനം, നോബൽ സമ്മാനം, ഗോൾഡ് മെഡൽ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മുഖ്യമന്ത്രി, ഇതൊക്കെ കിരീടങ്ങളാണ്. ലോകത്തിൽ കിട്ടുന്ന കിരീടം വാടുന്ന കിരീടം. ദൈവമക്കൾക്ക് ദൈവം വച്ചിരിക്കുന്ന കിരീടം വാടുന്ന കിരീടമല്ല, വാടാത്ത കിരീടം. വാടാത്ത കിരീടം. മത്തായി സുവിശേഷം 10:32 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ ഉടയ തമ്പുരാൻ യേശു ക്രിസ്തു നമ്മുടെ മുഖം കാണുമ്പോൾ നമ്മ പിതാവിൻ്റെ അടുക്കൽ ഏറ്റുപറയും. ആമേൻ. നീ നിന്റെ നാക്കുപയോഗിച്ച് ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ നീ ഏറ്റുപറഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിൽ യേശു നിന്നെ ഏറ്റുപറയും. ആകയാൽ ഈ നാവ് തന്നിരിക്കുന്നത് അക്നോളജ് ഹിം, അക്നോളജ് ജീസസ് ക്രൈസ്റ്റ്. രണ്ടാമത് ഈ നാവ് തന്നിരിക്കുന്നത് സ്തുതിക്കുവാൻ, സ്തുതിക്കുവാൻ, സദാ സ്തുതിക്കുവാൻ. ഞാൻ കിടന്നുറങ്ങി, സങ്കീർത്തനം 3:5 ദൈവം എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്ന്. I laid down to sleep because God sustained me. I awoke. അവൻ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്ന്, അല്ലെങ്കിൽ മരണം വലിച്ചിട്ട് പോയേനെ. അതിനായി നീ സദാ സ്തുതിക്കണം. അപ്പോസ്തലൻ 17:25 പൗലോസ് എഴുതുന്നു, താൻ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവൻ, ജീവനും പ്രാണനും, ജീവനും പ്രാണനും, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ. നാം വായിൽ ഇടുന്ന ആഹാരം 2 മണിക്കൂറിൽ നിനക്ക് ജീവൻ നൽകുന്ന, രക്തമായി മാറ്റിത്തരുന്ന ഒരു മന്ത്രജാലം നിന്റെ വയറ്റിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത് ചെയ്തു തന്ന ആ ദൈവത്തെ നീ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ജീവൻ തന്ന ദൈവത്തെ സ്തുതിക്കുക, മരണത്തിൽ നിന്ന് ഉറക്കമിട്ട് ജീവൻ തന്ന ദൈവത്തെ സ്തുതിക്കുക, പ്രാണൻ നിലനിർത്തുന്ന ദൈവം. നീ കാർബൺ ഡൈ ഓക്സൈഡ്
പുറത്തു വിടുമ്പോൾ നിന്നെ ചുറ്റുമുള്ള മരം, ചെടി, കൊടി, സസ്യമൊക്കെയും അതിനെ വലിച്ചെടുത്ത് അത് തന്നെ അറിയാതെ തന്നെ നിനക്ക് വേണ്ടിയ പ്രാണവായു, ഓക്സിജന് നിനക്ക് തരുന്ന ഒരു റൊട്ടേഷൻ ഉണ്ടല്ലോ. ആ അത്ഭുതം അനുദിനം മാത്രതോറും നിനക്ക് വേണ്ടി ചെയ്ത് നിന്റെ പ്രാണന്, ആയുസ്സിന് ഭൂമിയിൽ നിലനിർത്തുന്ന ദൈവത്തെ ഓർത്ത് സ്തുതിക്കണം. ആമേൻ, ആമേൻ. മൂന്നാമത്, ദൈവത്തെ ദൈവമെന്നും പാമ്പിന് പാമ്പ് എന്നും, ദൈവത്തെ ദൈവമെന്നും കുരങ്ങിന് കുരങ്ങ് എന്നും, ദൈവത്തെ ദൈവമെന്നും മനുഷ്യന് മനുഷ്യനെന്നും, ദൈവത്തെ ദൈവമെന്നും കല്ലിന് കല്ല് എന്നും അറിയുവാനുള്ള ബോധം ജനിച്ചു വീണ അന്നു മുതൽ റോമർ 1:18-19-20 ദിവ്യത്വത്തെക്കുറിച്ചുള്ള തെളിവ് നിനക്ക് നിന്റെ ബുദ്ധിയിൽ വച്ചു പിടിപ്പിച്ചിരിക്കുന്ന ആ ദൈവത്തെ നീ സ്തുതിക്കണം ദൈവജനമേ. അതുകൊണ്ടാണ് ആട്ടുകുട്ടി കാണാതെ പോയപ്പോൾ ഇടയൻ കണ്ടെത്തും വരെ അന്വേഷിച്ചു. ദ്രമ കാണാതെ പോയപ്പോൾ ഉടമസ്ഥ സ്ത്രീ കണ്ടെത്തും വരെ അന്വേഷിച്ചു. ഇളയ പുത്രൻ കാണാതെ പോയപ്പോൾ അപ്പൻ അന്വേഷിച്ച് നടന്നില്ല. അവൻ നിന്ന് പോയവൻ വരണം. കാരണം ആട്ടുകുട്ടിക്കും ദ്രമയ്ക്കുമില്ലാത്ത സുബോധം ജന്മന മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നീ വന്നേ പറ്റത്തുള്ളൂ. ഓർമ്മപ്പെടുത്തേണ്ട, 2 ശനിയാഴ്ച ഓർമ്മപ്പെടുത്തേണ്ട, പ്രാർത്ഥനയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ട സുബോധം അത് ആ വചനത്തിലുണ്ട്. പോയി വീട്ടിൽ പോയി വായിക്കണം. റോമർ 1:20 ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നിനക്കൊരു പ്രതിവിധിയുമില്ല. ആമേൻ, ആമേൻ. നോ എക്സ്ക്യൂസ്. ജീവനായി സ്തുതിക്കുക, പ്രാണനായി സ്തുതിക്കുക. ഉറക്കം ചാവിൽ പോയി തീരാതെ ഉണർത്തിയ ദൈവത്തിനായി സ്തുതിക്കുക. ദൈവം തന്നിരിക്കുന്ന സുബോധത്തിനായി സ്തുതിക്കുക, ആയുസ്സിനായി സ്തുതിക്കുക, ആയുസ്സിനായി ആരോഗ്യത്തിനായി സ്തുതിക്കുക, ആഹാരത്തിനായി സ്തുതിക്കുക. ഈ ആണ്ട് നിനക്ക് സമൃദ്ധിയുടെ ആണ്ടായി മാറ്റി തീർക്കും. 2001 ജനുവരി 1 സുൽത്താനേറ്റ് ഓഫ് ഓമൻ ഇന്റേണൽ ഓഡിറ്റർ ജനറലും പിൻകാലത്തിൽ കേരള പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറലുമായ ഒരു മാന്യ അദ്ദേഹം ഇവിടെ വേദിയിലിരുത്തിക്കൊണ്ട് സുന്ദർ സിംഗ് മുഖാന്തരം സ്വർഗത്തിലെ ദൈവം പല പ്രവചനങ്ങൾ അടുക്കി വെളിപ്പെടുത്തി. അതിൽ ഒന്നാണ് അമേരിക്കയെ ഞാൻ ഒരു അടി വീഴാൻ പോകുന്നത് 2001 ജനുവരിയിൽ. അന്നാണ് വേൾഡ് സെൻറ്റർ 9 മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ തകർക്കപ്പെട്ടത്. 3000 പേർ ഏകദേശം മരിച്ചു വീണ്. ഒരു പ്രവചനം നിവൃത്തിയായി. സുന്ദർ സിംഗിൻ്റെ പ്രവചനമല്ല, ജാതി ജാതിയോടും ദേശം ദേശത്തോടും എതിർക്കും. അവൻ്റെ വരവെങ്കിൽ രണ്ടാമത് യുദ്ധം കാണുമെന്നല്ല, യുദ്ധത്തിൻ്റെ ശ്രുതി നിങ്ങൾ കേൾക്കും. 2, 3 മഹാമാരി ഒരു ലക്ഷണമാണ്. അത് വന്ന് കണ്ട് ദൈവം നമ്മെ രക്ഷിച്ചു. അത് 3-മത്തൊരു അടയാളം. 4-മത്തൊരു അടയാളം, ഈ ആണ്ടുകളിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്ഷാമം എല്ലാം ഇങ്ങ് ശ്രദ്ധിക്കണം. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈ ആണ്ടുകളിൽ ദൈവം സംസാരിച്ചത്, ക്ഷാമം ഇട്ട് ഞാൻ ആളുകളെ കുലുക്കും, രക്ഷയ്ക്കായി കുലുക്കും. ക്ഷാമം അത് ഉടനെയല്ല, 2 രാജ്യങ്ങളിൽ
ക്ഷാമം വന്നു കഴിഞ്ഞ്. ഒന്ന് നമ്മുടെ അയൽ രാജ്യം ശ്രീലങ്ക, നാം കണ്ടതാണല്ലോ. നബീമിയ, ഇപ്പോൾ ആനയും പോത്തിനുമാണ് വെട്ടി കൊന്നവർ തിന്നുന്നത്. 25% അവിടെ ക്ഷാമം വന്നു കഴിഞ്ഞു. ഈ വരുന്ന 5 ആണ്ടുകളിൽ ആഹാരത്തിൻ്റെ കുറവ്, ക്ഷാമം ഉണ്ടാകും. പക്ഷെ തൻ്റെ ജനത്തെ അവൻ കോട്ട കെട്ടി കാത്തുകൊള്ളും. 1 തിമോത്തിയോസ് 2:4, മത്തായി 18:14, ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയേയില്ല. ആമേൻ. ഒരാത്മാവ് പോലും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയില്ല. ഈ വാരിടിയിൽ വണ്ടിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഓ വാരിടിയിൽ വണ്ടിരയിൽ തള്ളലേറ്റു ഞാൻ മുങ്ങിടാതെ പ്രിയനെൻ്റെ ബോട്ടിലുണ്ടല്ലോ. ഗാനം പാടിയ വീട്ടിലെത്തുമേ, ഗാനം പാടിയ വീട്ടിലെത്തുമേ, വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിൽ എല്ലാ നാളും ഞാൻ. വരുന്ന കഷ്ടത വാഗ്ദത്തമാകണമെങ്കിൽ, വരുന്ന കഷ്ടത വരദാനമാകണമെങ്കിൽ, വരുന്ന കഷ്ടത നിന്റെ ജീവിതത്തിൽ നന്മ ആകണമെങ്കിൽ, 1 മിനിറ്റ് ധ്യാനിക്കുക, ശ്രദ്ധിക്കുക. കർത്താവ് ആബ്രഹാമോട് വിളിച്ച് ഇറക്കിയതിന് ശേഷം ദീർഘകാലം സംസാരിച്ചിട്ടേയില്ല. ഉൽപ്പത്തി 13:12 ആബ്രഹാം ലോത്തിനെ വിട്ടു പിരിഞ്ഞതിന് ശേഷം ദൈവം ആബ്രഹാമോട് സംസാരിച്ചു. വിട്ടുപിരിയേണ്ടത് കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്ന ആളുകളുണ്ട്. വിട്ടുപിരിയണം. ആമേൻ. വിട്ടുപിരിയണം. വിട്ടുപിരിഞ്ഞാൽ കഷ്ടത അനുഗ്രഹമാക്കി തീർക്കും. രണ്ടാമത് 2 കൊരിന്ത്യർ 10:5 ക്രിസ്തുവിനായിട്ടുള്ള അനുസരണത്തിനായി എൻ്റെ വിചാരങ്ങളെ ഞാൻ പിടിച്ചടക്കും. പിടിച്ചടക്കേണ്ടതിന് അയൽക്കാരനല്ല വന്ന് പിടിച്ചടക്കുന്നത്, നീ പിടിച്ചടക്കണം. എന്നാൽ കഷ്ടത നന്മയായി തീരും. കൊലോസ്യർ 3:5 അനീതിയുടെ നിന്റെ അവയവങ്ങളെ മരവിപ്പിക്കുക എന്നല്ല, മരിപ്പിക്കുക എന്നേക്കുമായി. എന്നാൽ കഷ്ടത അനുഗ്രഹമായി തീരും. 1 ശമൂവേൽ 17:39 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഗോലിയാത്തിനെ ജയിക്കുവാൻ ശൗൽ രാജാ തൻ്റെ പടയങ്കി ഊരി ദാവീദിനെ ഏൽപ്പിച്ചു. സ്വർഗത്തിലെ പദ്ധതി ഇവന്റെ പടയങ്കി കൊണ്ടല്ല ദാവീദിന് ജയം വരുന്നത്. ദാവീദിന് ജയം വരുന്നതോ കർത്താവിൻ്റെ പുഷ്ടി കൊണ്ട്. 1 ശമൂവേൽ 17:39 ചേരാത്ത പടയങ്കിയെ അവൻ ഊരിവെച്ചു. ചേരാത്തത് ഇതെന്ന് നിനക്ക് നന്നറിയാം. ഉടനെ ഊരിവെക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇതിൻ്റെ പേരാണ് വിശുദ്ധി, വേർപാട്. മോശെ എന്നുള്ള ദൈവദാസൻ മുഖത്തിലൊരു മൂടുപടം ഇട്ടിരുന്ന് ദൈവസന്നിധിയിൽ പോകുമ്പോൾ മൂടുപടം വിലക്കും. മനുഷ്യൻ്റെ മുമ്പിൽ വരുമ്പോൾ മൂടുപടം ഇടും. അതിൻ്റെ പേരാണ് അനുസരണം, പരിശുദ്ധി. കർത്താവിൻ്റെ ദയ ഈ ആണ്ടിൽ വേണമോ? മോശയോട് ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ കൈ നിൻ്റെ മുകളിൽ ഞാൻ വെച്ച് ഞാൻ ഇങ്ങനെ കടന്നു പോകും.
കർത്താവിൻ്റെ കൈയാണ് ദൈവത്തിൻ്റെ ദയ. നിനക്ക് ദോഷം വരാതിരുപ്പാൻ എനിക്കൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൽ കൊണ്ട് നിർത്തും. പുറപ്പാട് 33:21 ആ സ്ഥലത്തിൻ്റെ പേരാണ് പിളർക്കപ്പെട്ട പാറ. പുറപ്പാട് 33:21 ആ സ്ഥലം പിളർന്ന പാറയുടെ നടുവിൽ നിന്നെ ഞാൻ നിർത്തി എൻ്റെ കൈ നിൻ്റെ ശിരസ്സിന്മേൽ വെച്ച് ഞാൻ കടന്നു പോകും. നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട ഒരു പാറ കൊണ്ട് ഓർമ്മ ഉണ്ടോ? പൗലപ്പോസ്തലൻ എഴുതുന്നു 1 കൊരിന്ത്യർ 10:4 ആ പാറ ക്രിസ്തു തന്നെ. ആ പിളർക്കപ്പെട്ടവൻ്റെ പിളർപ്പിൽ ആശ്രയം കണ്ടെത്തുക. കഷ്ടത നിലവിളി കേട്ട് എല്ലാം മറുപടി നൽകുന്ന നല്ല ദൈവം നമുക്കുണ്ട്. നമുക്ക് എഴുന്നേൽക്കാം. 5 മിനിറ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. എല്ലാ ആളുകളും കൈകൾ ഉയർത്തി കൈകളെ തട്ടി ശക്തിയോട് ശക്തിയോട് ആമേൻ ആമേൻ നിലവിളിയോട് നിലവിളിയോട് അപ്പാ എന്നുള്ള നിലവിളിയോട് അപ്പാ എന്നുള്ള നിലവിളിയോട് ഓറ ബാലജനൻ ജനശാലതൻ ധനദബ കൃപ കൃപ. കേട്ടത് ഇപ്പം മറക്കരുത്. നീ ഇപ്പോഴല്ല, നീ എപ്പോഴും മറക്കരുത്. അതാണ് അത്ഭുതം. ഈ കേട്ട ഔഷധ തുളി നീ ഒരു നാളും മറക്കരുത്, മറക്കരുത്. സന്തോഷത്തോട് സ്തുതിക്കുക, സന്തോഷത്തോട് ആർപ്പിടുക, സന്തോഷത്തോട് ആർപ്പിടുക. എല്ലാ ആളുകളും ശക്തിയോട് 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 ആമേൻ. കൈകൾ ഉയർത്തി കൈകളെ തട്ടി, കൈകൾ ഉയർത്തി കൈകളെ തട്ടി, കൈകളെ ഉയർത്തി കൈകളെ തട്ടി. നന്ദി നന്ദി യേശുവേ. നിലവിളിച്ചാട്ടെ. യേശുവേ 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 യേശുവേ. എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ, എൻ്റെ ഉള്ളിൽ വരണമേ യേശുവേ. എല്ലാവരും ശബ്ദം ഉയർത്തി നിലവിളിക്കണം, ശബ്ദം ഉയർത്തി നിലവിളിക്കണം. എല്ലാവരും മൗനമായല്ല, മൗനമായല്ല. ലൗഡർ ലൗഡർ ലൗഡർ. യേശുവേ 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 ആമേൻ. പോരാ പോരാ പോരാ. ശക്തിയോട് 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 റബ ജനശാലതം ധനദബ. ആമേൻ 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 ആമേൻ. മൗനമായി നിൽക്കരുത്. എല്ലാവരുടെ വായും തുറക്കണം, എല്ലാവരുടെ വായും തുറക്കണം. യേശുവേ യേശുവേ യേശുവേ. നിലവിളിച്ചാട്ടെ നിലവിളിച്ചാട്ടെ നിലവിളിച്ചാട്ടെ. ശക്തിയോട് 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 ആമേൻ. അപ്പാ എന്ന് കരയുക. യുവതി യുവാക്കൾ കൊച്ചുകുട്ടികൾ യേശുവേ എന്ന് കരയുക. സഹോദരങ്ങൾ, പിതാക്കന്മാർ, അപ്പന്മാർ, എല്ലാ ആളുകളും എല്ലാ ആളുകളും എല്ലാ ആളുകളും യേശുവേ. കഷ്ടതയിൽ നിന്റെ നിലവിളി കേട്ട് എല്ലാ കഷ്ടതയിൽ നിന്നും വിടുതൽ നൽകുന്ന ദൈവം. ദൈവമേ ദൈവമേ. സ്ഥിര വരുമാനമില്ലാതെ, സ്ഥിര ജോലിയില്ലാതെ നിലവിളിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കാരുണ്യം ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. സ്ഥാപനം നടത്തുന്ന ആളുകളുടെ സ്ഥാപനത്തിൽ കർത്താവിൻ്റെ കാരുണ്യം ഇറങ്ങട്ടപ്പാ. വിവാഹ തടസ്സത്തിൽ വെന്തുരുകി നിലവിളിക്കുന്നവരിൽ കർത്താവിൻ്റെ കാരുണ്യം ഇറങ്ങട്ടെ. സ്വന്തമായി പാർക്കാൻ ഒരു ഭവനമില്ല, ഭവനം ഒരുക്കി കൊടുക്കണമേ. ഈ ആണ്ടിൽ അത് സംഭവിക്കട്ടെ,
സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. മരണ വെപ്രാളം അനുഭവിക്കുന്ന ആളുകൾ യേശുവിൻ നാമത്തിൽ ജീവന്റെ കരം വ്യാപരിക്കുന്നു, ജീവന്റെ കരം വ്യാപരിക്കുന്നു. ആമേൻ. സെൽവാനോസ്, സെൽവാനോസ്, മരണ വെപ്രാളത്തിൽ നിലവിളിക്കുന്ന സെൽവാനോസ്, യേശുവിൻ നാമത്തിൽ വിടുതൽ. ആമേ. തലമുറയെ കുറിച്ച് വെന്ത് ഉരുകി നിലവിളിക്കുന്ന രാജസിംഹൻ, കർത്താവിന്റെ കരം നിങ്ങളെ തൊടുന്നു, തൊടുന്നു. വിടുതലിൻ കരം വ്യാപരിക്കുന്നു. ആത്മഹത്യ ചിന്തയുമായി നിലവിളിക്കുന്ന അംബിക, അംബിക, യേശുവിൻ കരം നിങ്ങളെ തൊടുന്നു. പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു, പുതു ശക്തി വ്യാപരിക്കുന്നു. എല്ലാ ആളുകളിലും, എല്ലാ ആളുകളിലും, എല്ലാ ആളുകളിലും, എല്ലാ ആളുകളിലും. ആമേൻ. കൃപ, 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 കൃപ. ആത്മനിറവ്, 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 ആത്മനിറവ്. അനോയിന്റിങ്, അനോയിന്റിങ്. പുത്താണ്ടിൽ പുതു അഭിഷേകം, പുത്താണ്ടിൽ പുതു അഭിഷേകം, പുത്താണ്ടിൽ പുതു അഭിഷേകം, പുത്താണ്ടിൽ പുതു അഭിഷേകം. ആത്മാവിൽ നിറയുക, ആത്മാവിൽ നിറയുക. സ്വർഗം തുറക്കപ്പെടുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു, സ്വർഗം തുറക്കപ്പെടുന്നു. അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ, അഗ്നി മഴ. Not even a single man or woman goes back empty handed without the filling of Holy Spirit today. ഇന്ന് ആത്മ നിറവ് പ്രാപിക്കാതെ ഒരു ആള് പോലും മടങ്ങിപ്പോകുന്നേയില്ല, മടങ്ങിപ്പോകുന്നേയില്ല. നല്ല ദൈവമേ, അങ്ങയുടെ വാഗ്ദത്തം, അങ്ങയുടെ വാഗ്ദത്തം ഈ ജനത്തിന്മേൽ നിറവാകട്ടെ, നിറവാകട്ടെ, നിറവാകട്ടെ. അങ്ങയുടെ വാഗ്ദത്തം ഈ ജനത്തിന്മേൽ ഇപ്പോൾ, ഇപ്പോൾ, ഇപ്പോൾ കട്ടുക, കട്ടുക. അഗ്നിയിൽ കട്ടുക, അഗ്നിയിൽ കട്ടുക, അഗ്നിയിൽ കട്ടുക. നിന്റെ ഉള്ളിൽ അവൻ, നിന്റെ ഉള്ളിൽ അവൻ, നിന്റെ ഉള്ളിൽ അവൻ, നിന്റെ ഉള്ളിൽ അവൻ, നിന്റെ ഉള്ളിൽ അഗ്നി, 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 അഗ്നി. അഭിഷേക തീ, അഭിഷേക തീ, അഭിഷേക തീ. ഓറ ജനശാലതൻ ധനദബ. ആമേ. കെട്ടുകൾ പൊട്ടുന്നു, ഇരുള് മായുന്നു. ചില കുടുംബങ്ങള് നന്മ കാണാൻ വിടാതെ കാർന്ന് വായ്ക്കകത്ത് പിടിച്ചു വച്ചിരിക്കുന്ന പഴയ സർപ്പം, പഴയ സർപ്പം, കല്ലിന്റെ ജീവനില്ലാത്ത ആത്മാവ് യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ, വിട്ടുപോ, വിട്ടുപോ. ചെയ്യുന്ന ജോലിക്ക് ഭീഷണിയുമായി കണ്ണുനീരോട് എത്തിയിരിക്കുന്ന 6 വ്യക്തികൾ കർത്താവ് ജോലി സ്ഥലത്തിൽ ഇടപെടുന്നു, ജോലി സ്ഥലത്ത് ഇടപെടുന്നു. ഇപ്പോൾ ജോലി സ്ഥലത്ത് ഇടപെടുന്നു. അഗ്നി മഴ വ്യാപരിക്കുന്നു, അഗ്നി മഴ വ്യാപരിക്കുന്നു. നന്ദി, 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 നന്ദി. കട്ടികൾ മായുന്നു, മുളകൾ തെറിക്കുന്നു, കട്ടികൾ മായുന്നു. യേശുവിൻ നാമത്തിൽ കട്ടികൾ മായുന്നു, മുളകൾ തെറിക്കുന്നു. ഉച്ചം തല മുതൽ ഉള്ളം കാല് വരെ സ്ഥിരമായി അതിഭയങ്കര വേദന അനുഭവിക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ നാഡി നരമ്പുകളിൽ ദൈവാത്മാവിന്റെ അമിതമായ ശക്തി തുളച്ച് കയറുന്നതാ. ഇറ്റ് ഈസ് പ്യൂർ ആൻഡ് യു ആർ സെറ്റ് ഫ്രീഡ്. നിങ്ങൾക്കൊരു വിടുതൽ, നിങ്ങൾക്കൊരു വിടുതൽ. നന്ദി, 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 നന്ദി. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. എൻ്റെ പ്രിയൻ വാനിൽ നിന്ന് എഴുന്നള്ളിടുന്നു, മാറ്റൊലി ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമേ. ക്ഷാമം പൂകമ്പോ അതിനാരംഭം, ക്ഷാമം പൂകമ്പോ
ஆடினாரம்போ வாழும் ரட்சிதாவின் கூட எப்போதும் தன் கிருபையில் ஆசிரியிக்கும் எல்லா நாளும் நான் வாழும் ஞானன் ரட்சிதாவின் கூட எப்போதும் தன் கிருபையில் ஆசிரியிக்கும் எல்லா நாளும்